എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, പാസ്റ്റർ തോന്നുക ഞാൻ എത്ര വർഷമായി നല്ല ഡ്രൈവറാണെന്നറിയാമോ? പാസ്റ്റർ ശുദ്ധമായി അവിടെ നിന്ന് മയങ്ങി. പാസ്റ്റർ വണ്ടിയിലിരുന്ന് മയങ്ങിക്കോ എന്ന് പറഞ്ഞു. വണ്ടി അങ്ങോട്ട് വിട്ടു. അതേ ഹല്ലേലൂയ സ്തോത്രം. ഈ ഗാഡ് റോഡിൽ ഒരു ഭാഗത്തൊരു വളവിന് കുറച്ച് ഓയിൽ റോഡിൽ കിടപ്പുണ്ടായിരുന്നു. വണ്ടി സ്കിഡ് ചെയ്തു. നേരെ വണ്ടി അങ്ങ് പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, വണ്ടി അവിടെ ഒരു മനുഷ്യൻ പോലും സഹായിപ്പാനില്ല. പെട്ടെന്ന് ആ നിമിഷം അതേ സ്കൂട്ടറിൽ ഒരു മനുഷ്യൻ, ഒരു വെള്ള അതേ ഉടുപ്പിട്ട ഒരു മനുഷ്യനെ അവിടെ ഞങ്ങൾ കണ്ടു. ആ മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു കല്ലെടുത്ത് ഇങ്ങോട്ട് വെച്ചേ, വണ്ടി അകത്തോട്ട് കയറിക്കേ, വണ്ടി മറിയത്തില്ല. ഞങ്ങളോട് പറയാമോ? ഞാൻ പറഞ്ഞു മറിഞ്ഞു പോകും, വണ്ടി മറിയുന്ന സിറ്റുവേഷൻ ആയിരിക്കുന്നത്, വണ്ടി ചരിഞ്ഞു നിൽക്കുക, മറിഞ്ഞു പോകും, അത് അടുത്ത് മാറിക്കോ, അപകടമാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയാ വണ്ടി മറിയത്തില്ല. എന്നോട് പറയാ ഡ്രൈവറാണോ? ഞാൻ പറഞ്ഞു അതെ. കേറ്, വണ്ടി റിവേഴ്സ് ഗിയറിലിടെ, ആക്സിഡന്റ് ഫുള്ള് കൊടുക്കേ, വണ്ടി ജമ്പ് ചെയ്ത് റോഡിൽ കയറാൻ പോവാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർത്തി മനുഷ്യൻ എന്തോ ഈ പറഞ്ഞു ഇയാൾ എവിടുത്തുകാരൻ, അവരെ മെക്കാനിക്കാണോ? എന്തായാലും ഞാൻ കയറിയിരുന്നു. എന്റെ ദൈവവൈദ്യരെ, ഈ മനുഷ്യൻ ആ കുഴിക്കകത്തോട്ട് ഇറങ്ങി വണ്ടിയിൽ ഒന്ന് തെള്ളുന്ന പോലെ ഒന്ന് പിടിക്കുന്ന ഞാൻ കണ്ടു. ഈ വണ്ടി എന്ത് സംഭവിച്ചു? റോഡിൽ കയറി. എനിക്ക് അത്ര ഒറ്റ സെക്കൻഡ് തൊട്ട് റോഡിലിരുന്നു. സ്തോത്രം. റോഡിൽ വണ്ടി കയറി. ഞങ്ങളൊരു താങ്ക്സ് പറയാനായിട്ട് വണ്ടിക്ക് ചുറ്റും നടക്കുക. ഈ മനുഷ്യനെ നോക്കാൻ ഈ മനുഷ്യനെ ഞങ്ങൾ കണ്ടില്ല. കപ്പാമോട്ടിലെ അച്ചായന്റെ കണ്ണ് നിറഞ്ഞിരുന്നത് കരയുക. മനുഷ്യനോട് നന്ദി പറഞ്ഞില്ലല്ലോ, അതെന്താ സോമനെ, ആ മനുഷ്യൻ കാണാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾ അവിടെ ഇല്ല നോക്കി, ഞങ്ങൾ ഈ മനുഷ്യൻ പോന്നായിട്ടും കണ്ടില്ല, വന്നായിട്ട് വണ്ടിയെ തള്ളുന്ന മാത്രം ഞങ്ങൾ കണ്ടുള്ളൂ. സ്തോത്രം. ഞങ്ങൾക്കൊരത്ഭുതം അറിയാം, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ ദൂതനാണ്. നമുക്കൊരു സ്കൂട്ടർ യാത്രക്കാരനെ പോലെ ദൈവം അവതരിപ്പിച്ചതാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതില്ലായിരുന്നു നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിലെ കാക്കയായിട്ട് വന്നത് വെറും കാക്കയല്ല. കാക്ക ഒരു ഇറച്ചിക്കട തരത്തില്ല. കാക്കയ്ക്ക് ഒരല്പം അല്പം അപ്പം കിട്ടിയ അത് തരത്തില്ല. എന്നാൽ ഏലിയാവ്, ദൈവത്തിന്റെ അഭിഷിക്തനായ ഏലിയാവിനെ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. അതിന് തെളിവുണ്ട്. നമ്മള് മനസ്സിലാക്കണം. ഏലിയാവ് അതെ പിന്നെ കാക്കയെ നോക്കിയിരുന്നോ? നമ്മൾ മനസ്സിലാക്കണം. കാക്ക മേളിൽ കൂടെ പോന്നെങ്കിൽ കാണുന്ന കാക്കയെല്ലാം ഏലിയാവ് കൈ കൊട്ടി വിളിക്കുക, ഞാനിവിടെ, എനിക്ക് വിശക്കുന്നു, ദൈവം അയച്ചതാണ്. കാക്ക ഇങ്ങോട്ട് വന്നേ, ഞാൻ അഭിഷിക്തനാ, എന്നെ ആ കാക്ക അയച്ചാൽ ഇങ്ങോട്ട് വന്നേ. ഇന്ന് അനേകർ അങ്ങനാ, ബാ ഞാൻ അഭിഷിക്തനാ, എനിക്ക് വേലയുണ്ട്, ഓടിവാ. കാക്കയെല്ലാം ഇങ്ങോട്ട് വന്നോന്നാ വിളിക്കുന്നത്. പ്രൈസ് ലോർഡ്. നിന്റെ കാര്യം പോക്കാന്നേ. പ്രൈസ് ലോർഡ്. നിന്നെ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, നിന്നെ ഒളിച്ചിരിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ആത്മനദിയിൽ കുടിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്നത്. നീ പരിശുദ്ധാത്മാവിന്റെ തോട്ടിൽ നിന്ന് കുടിച്ച് അഭിഷിക്തനായി അത് രാജകീയ അഭിഷേകത്തിൽ പ്രവേശിക്കേണ്ട ജീവിതമേ. ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തിയിൽ നീ ആഗ്രഹിച്ചിട്ട് കാക്കകളെ മാറി വിളിച്ച് കാക്കകളെ വഞ്ചിക്കുക. കാക്കയുടെ ചെക്ക് മുഴുവൻ വായിക്കും. കാക്കയ്ക്കും സ്വസ്ഥയില്ല ഇത് കൊണ്ട കൊടുത്തിട്ട്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതേ ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിച്ചത് അറിയാമോ? ദൈവം അയച്ച കാക്കയ്ക്ക് അറിയാം അഭിഷിക്തൻ എവിടെ ഇരിക്കുന്നത്. കെരീതിൽ ഒളിച്ചിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അഭിഷിക്തനെ ഏലിയാവേ, നിന്നെ തിരക്കി വരുന്ന ഒരു കാക്ക. ഈ കാക്കയുടെ പ്രത്യേകത ദൈവം ഇതിനെ വിശ്വസിക്കുന്നുണ്ടോ? അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ദൈവം നിനക്ക് മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കാണുവാനെ കാഴ്ച കൊടുക്കുന്നു. അത്ഭുതം നടക്കട്ടെ. കർത്താവേ, ഈ അതേ പ്രയർ ലൈനിലുള്ള ചിലര് വളരെ ഭാരപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ വിഷമിക്കുന്നുണ്ട്. ഒരാശ്വാസമായി അവർ അധ്വാനിച്ചിട്ടില്ലാത്തത് അതേ കൊയ്യുവാൻ തക്കണം. ഒരു പ്രൊമോഷൻ സർഗം കൽപ്പിക്കണം ഇന്ന് പകൽക്കാലം. മറ്റവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അതെ, കാം ഡൗൺ ആകട്ടെ. ടെൻഷൻ എല്ലാം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കാക്കകൾ തിരക്കി വരട്ടെ. അഭിഷിക്തൻ റോയമുള്ളവരെ തിരക്കി വരുന്ന കാക്ക. ദൈവവൈദ്യരെ, നിന്നെ മിനിസ്ട്രിയിൽ നിന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ബൈബിൾ കോളേജിന് അതേ ഹല്ലിനെ പിരിക്കുന്ന കാര്യം ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവം വിളിച്ചെങ്കിൽ ദൈവം അത് ചെയ്തോളും. നീ സ്വതന്ത്രമാകെ. സ്തോത്രം. ബൈബിൾ കോളേജില് സ്തോത്രം. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാളെ കണ്ടപ്പോ എന്നോട് പാസ്റ്റർ വന്നിരുന്ന് കരയുക, സോം പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ? എന്റെ പാസ്റ്ററെ, പിള്ളേർക്ക് ഈ മാസം ഒന്നും കൊടുക്കാൻ നിവർത്തിയില്ല.
ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇതൊക്കെ വേദനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കാക്ക തിരക്കി വരണമല്ലോ, പാസ്റ്റർ എന്തിനാ ഇതിനെ ഭാരപ്പെടുന്നത്, പാസ്റ്റർ അവർക്ക് തുടങ്ങാൻ പറഞ്ഞു. ഇത് ദൈവം പറഞ്ഞിട്ടില്ലാത്ത വേല ചെയ്തതിന് ദൈവം ഉത്തരവാദിയല്ല. ഇനി ഇവന്റെ ബന്ധനം വഴിയാണ് എത്ര മടങ്ങിപ്പോണെങ്കിൽ വേറൊരു റൂട്ടിലാ പോയിരിക്കുന്നത്. ദൈവം ആഗ്രഹിച്ച റൂട്ടിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് റൂട്ടിൽ വരണ വലിയ പാടാ. വളരെ ശ്രദ്ധിക്കണേ. ഏലിയാവിനെ കൊല്ലാൻ നിൽക്കുന്ന ആഹാബ അപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ രഹസ്യമായി ഈ ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ചിരിക്കുക. അത് എന്നും രാവിലെ വൈകിട്ടും അപ്പം ഇറച്ചിയും ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി ആ നല്ല ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് സിപ്ലോ വായിക്കകത്ത് പാക്ക് ചെയ്ത് നല്ലവണ്ണം പാക്കേജ് റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ അതിലൊന്ന് ഈ കാക്ക എടുത്തോണ്ട് പോരും. വൈകിട്ടത്തെ അതേ ഹല്ലേലൂയ, വൈകിട്ടത്തെ ഫുഡും റോയലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ആടിന്റെ കുറങ്ങും, പ്രൈസ് ലോർഡ്, നല്ല ചിക്കനും നല്ല ഫിഷും നല്ല കിങ് ഫിഷും ഒക്കെ റെഡിയായി കഴിയുമ്പം അതിന്റെ മെയിൻ ഭാഗം പാക്ക് ചെയ്യുന്ന ബായ്ക്കറ്റയിലൊന്ന് ഈ കാക്ക എടുത്തോണ്ട് പോരും. ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം രാജാക്കന്മാർക്കും രാജ്യത്തിനുമെതിരെ ദൂത് പറയുക മാത്രമല്ല, നീ കണ്ടിട്ടില്ലാത്തത് അനുഭവിപ്പാനൂടെ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടരുത്, മരണഭയം ഉണ്ടാവരുത്. മരണഭയം, ഞാൻ മരിച്ചു പോയാൽ എങ്ങനെയാന്ന് പേടിക്കൊന്നും വേണ്ട, മരിച്ചു പോകത്തില്ല, മരിക്കത്തില്ല. നമ്മൾ മരിക്കത്തില്ല, പക്ഷെ നമ്മൾ ക്രിസ്തുവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതൊരു മരണമാ. ക്രിസ്തു പറയുന്ന കേൾക്കുന്നതിനെ ഒരു മരണമാ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നതിനെ ഒരു കഷ്ടം സഹിക്കുകയാന്നേ. എന്നാൽ ഇവിടെ സംഭവിച്ചത്, സ്തോത്രം, ഏലിയാവ് പറഞ്ഞ ദൂത് നിമിത്തം, അതിന്റെ 7-ാം വാക്യം, ദേശത്ത് മഴ പെയ്യാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. കണ്ടോ? ദൈവവൈദ്യരെ, നീ ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടി സംസാരിച്ച വചനമുണ്ടല്ലോ, ദേശം മുഴുവൻ അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നപ്പോൾ നീ ഒരല്പം വില കൊടുക്കണം, നീ ഒരു വില കൊടുത്തേ പറ്റൂ, നീ ഒരു വില കൊടുക്കണം. തോട് വറ്റിപ്പോയി. എന്തിനാണെന്നറിയാമോ തോട് വറ്റിച്ചത്? അല്ലെങ്കിൽ ഇവൻ അവിടുന്ന് അനങ്ങത്തില്ല. ഇവിടുന്ന് അനങ്ങത്തില്ലെന്നേ. ഈ നല്ലതാണ് ഈ പ്രത്യേക സ്പെഷ്യൽ കെരീതോട്ടിലെ വാട്ടർ, കാക്കയുടെ ഭക്ഷണം എല്ലാം കഴിച്ച് റോയലായിട്ട് പുള്ളി അവിടെ അങ്ങ് ഇരിക്കും. പുള്ളിക്ക് 40-21 ഒരു വിഷയമൊന്നുമല്ലേ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് പറഞ്ഞു? എടാ, നീ ഇവിടെ ഇരുന്നാ പറ്റത്തില്ല, ഒരു വിധവ മരിക്കാൻ തുടങ്ങുന്നു, അവള് എന്റെ ലിസ്റ്റിൽ പെട്ടവളാ, നീ ഇവിടെ ഇരുന്ന് തിന്നോണ്ടിരുന്നാ പറ്റത്തില്ല, നീ പോയി ശാലം കഷ്ടം സഹിച്ചേ പറ്റൂ, എഴുന്നേക്കാൻ പറഞ്ഞു. എന്റെ ചിന്ത പറയുകയാണെങ്കിൽ ഏലിയാവിനോട് ദൈവം പറഞ്ഞു കാണും, പക്ഷെ ഏലിയാവ് എണ്ണിച്ചതില്ല. ഏലിയാവ് പറഞ്ഞു, ഞാൻ ക്ഷീണമൊക്കെ മാർക്കറ്റ് 2 ദിവസം ഞാൻ അങ്ങോട്ട് പോയാൽ ആകാബ് എന്നെ തട്ടിക്കളയും, ഞാൻ ഇതിനെ നടന്നു വന്നാൽ കണ്ടാൽ മതി, അവൻ എന്നെ വിടത്തില്ല, അതുകൊണ്ട് ഓടിച്ചിട്ട് കൊല്ലും, അതുകൊണ്ട് ഞാൻ ശാലം കൂടെ വിശ്രമിക്കാന്ന് ചിലവൻ പറഞ്ഞു കാണും. പക്ഷെങ്കിൽ അത്ഭുതം എന്താ നടന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോട് പറ്റിപ്പോയി, കാക്കയുടെ വരവ് നിന്നു. അന്നേരമാ എന്താ കർത്താവേ പറ്റിയത്? കാക്ക വന്നില്ലല്ലോ, വെള്ളവും പറ്റിയല്ലോ, എന്തോ പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. നീ സാരേഫാത്തിലേക്ക് പോകണം, അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പുലർത്താൻ. സാരേഫാത്തിലെങ്കിലും നല്ല വീടില്ലേ, 5-6 ബെഡ്റൂം ഉള്ളത്. സാരേഫാത്തിലെ മേയറുടെ വീട്ടിൽ പറ്റത്തില്ലായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഒരു വിധവ ആകെക്കൂടെ ഒരു ശകലം മാവ്, ശകലം എണ്ണ, 2 വിറവും പറക്കി മരണം മുന്നേ നിന്ന് മരിക്കാൻ തയ്യാറായി. രക്ഷയില്ലെന്ന് വിധി എഴുതി നിരാശ കൊണ്ട് അവിടേക്ക് അയച്ച് ചെന്നപ്പോ ചോദ്യം കേൾക്കണോ? അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അടയാളം പറഞ്ഞതാ, ഇതാണോ ഇല്ലെന്ന് അറിയാനാ. ഈ വിധവയാണോ കർത്താവ് പറഞ്ഞത് തന്നെ ശരിയാണോ നോക്കിക്കോ, അത്രയും കുറെ വെള്ളം കൊണ്ടുവരാൻ. അപ്പം ദൈവം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്, വിധവയോട് കൽപ്പിച്ചെന്നല്ലേ പറഞ്ഞേ, ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വെള്ളം കൊണ്ടുവരാനായിട്ട് പോയപ്പോഴല്ലേ ഒരു ചോദ്യം, ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. ആകെ പ്രശ്നമായി.